KSRTC ബസ്സുകളിലെ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ വഴിയിലായിട്ടുണ്ടോ? അതായത് കട്ടപ്പുറത്തായിട്ടുണ്ടോ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇനി ആശങ്കപ്പെടേണ്ട. പെരുവഴിയിലാകുന്ന KSRTC ബസ്സുകളെ നേർവഴിയിലാക്കാൻ ഗതാഗത വകുപ്പ് ഒരുങ്ങുകയാണ്. ഓപ്പറേഷൻ ബ്രേക്ക് ഡൗൺ എന്നാണ് പദ്ധതിയുടെ പേര്. സംഗതി എന്താണെന്ന് ആഷൻ ഡിയേഗോ പറയും. നല്ല മഴയിൽ KSRTC ബസ്സിൽ ഒരു പാട്ടൊക്കെ കേട്ട് സൈഡ് സീറ്റിൽ ഇരുന്ന് പോകാൻ നല്ല രസമായിരിക്കും. പക്ഷെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ബസ് വഴിയിലാവുക. നമ്മളത് എവിടെയെങ്കിലും അത്യാവശ്യമായി പോകാൻ നിൽക്കുമ്പോഴായിരിക്കും ഇത് സംഭവിക്കുന്നത്. എന്ത് ചെയ്യും? ആകെ പെട്ടു അല്ലേ? ഇനി KSRTC ബസ്സുകൾ വഴിയിലാകില്ല. വഴിയിലാകുന്ന KSRTC ബസ്സുകളുടെ എണ്ണം കുറയ്ക്കാൻ നടപടി ഉണ്ടായിരിക്കുന്നു. വരുന്നു KSRTCയുടെ ഓപ്പറേഷൻ ബ്രേക്ക് ഡൗൺ. സംസ്ഥാനത്താകെ പ്രതിദിനം 140ഓളം ബസ്സുകൾ പെരുവഴിയിലാകുന്നുവെന്നാണ് കണക്ക്. ഓപ്പറേഷൻ ബ്രേക്ക് ഡൗണിലൂടെ ഇത് കുറച്ച് 25ലേക്ക് ചുരുക്കും. ക്രമേണ ഒരു ബസ് പോലും വഴിയിലാകുന്നില്ല എന്ന് ഇതിലൂടെ ഉറപ്പുവരും. എന്താണ് ഓപ്പറേഷൻ ബ്രേക്ക് ഡൗൺ? KSRTC ബസ്സുകളുടെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി, ക്വാർട്ടർലി പരിശോധനകൾ കൂടുതൽ കർശനമാക്കും. ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കും. KSRTCയുടെ മെക്കാനിക്കൽ വിഭാഗത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും. ബസ്സുകൾ വഴിയിലായാൽ നടപടിയും ഉണ്ടാകും. ഏത് ഡിപ്പോയിൽ നിന്നുള്ള ബസ്സാണോ വഴിയിലായത് ആ ഡിപ്പോയുടെ ഗ്യാരേജ് ഹെഡുമാർ വിശദീകരണം നൽകേണ്ടി വരും. അതിനുശേഷവും ബസ്സുകൾ വഴിയിലായാൽ കടുത്ത നടപടിയും എടുക്കും. പരീക്ഷണാടിസ്ഥാനത്തിൽ ഓപ്പറേഷൻ ബ്രേക്ക് ഡൗൺ നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇത് വിജയകരമെന്നാണ് വിലയിരുത്തൽ. 140 ബസ്സുകൾ എന്നുള്ളത് 100-ന് താഴേക്ക് ചുരുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഓപ്പറേഷൻ ബ്രേക്ക് ഡൗൺ പാതി വഴി ബ്രേക്ക് ഇടാതിരിക്കട്ടെ, യാത്രകൾ പെരുവഴിയിലാകാതിരിക്കട്ടെ. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. അപ്പോൾ KSRTCയിൽ പോകുന്നവർക്കെല്ലാം നമുക്കിനി സന്തോഷത്തോടെ പറയാം ശുഭയാത്ര എന്ന്. കാരണം വഴിയിലാകാതിരിക്കാനായിട്ടുള്ള ഒരു തന്ത്രം അവർ ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ KSRTC ഒക്കെ മുന്നോട്ട് വരട്ടെ അല്ലേ? നമ്മുടെ പൊതുമേഖലയിൽ ഉള്ള അല്ലെങ്കിൽ നമ്മളുടെ പൊതുവാഹനമാണ് KSRTC. അത് നന്നാകുന്നതിൽ നമുക്കും സന്തോഷം ഉണ്ടാവണമല്ലോ.